എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബീട്രൂട്ട് ലസ്സിയാണ് തയ്യാറാക്കുന്നത്. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമാണ്. ബീട്രൂട്ട് നല്ല പിഴിഞ്ഞെടുത്ത് നല്ല കളർഫുള്ളായിട്ടുള്ള ഇതിൻ്റെ ജ്യൂസിലേക്ക് നമുക്കിനി ബാക്കി ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ബീട്രൂട്ട് ഒരെണ്ണെടുത്തിട്ടുണ്ട്. അത് കഴുകി വൃത്തിയാക്കി ഹാഫ് എടുക്കണം. ചെറിയ ചെറിയ പീസസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പേസ്റ്റ് പോലെ അരച്ചെടുക്കേണ്ടതാണ്. ചെറിയ ജാറിലാണ് അരയ്ക്കേണ്ടത്, ഒന്നിച്ചിട്ട് അരയ്ക്കേണ്ട. ഇഞ്ചി, പച്ചമുളക്, ചെറിയ ഒരു ഉള്ളി, ഇത്രയാണ് ചേർത്ത് അരച്ചിരിക്കുന്നത്. ഒന്ന് ക്രഷാക്കി കൊണ്ടുവന്നതിന് ശേഷം കറിവേപ്പില നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. കാരണം നമ്മുടെ തൈരാണ് ഇതിൽ ഒഴിച്ച് കൊടുക്കുന്നത്. അത് ഒരുപാട് നല്ല ടേസ്റ്റ് ഉണ്ടാക്കും കറിവേപ്പില ചേർത്താൽ. അപ്പോൾ നല്ലതുപോലെ പേസ്റ്റായിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിനധികം വേസ്റ്റൊന്നും ഉണ്ടാവുകയില്ല. അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇതിൻ്റെ പിഴിഞ്ഞ് നമുക്ക് ഇതിൻ്റെ ജ്യൂസ് എടുക്കണം. അപ്പോൾ ബീട്രൂട്ട് ലസ്സിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ശരിക്കുമുള്ളൊരു ജ്യൂസ് നമുക്ക് കിട്ടിയെങ്കിലേ നമുക്കത് ലസ്സി തയ്യാറാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ശരിക്കും ഒന്ന് പിഴിഞ്ഞെടുക്കണം. അപ്പം ശരിക്കും നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് ആ ജ്യൂസ് കംപ്ലീറ്റ് ആയിട്ട് എടുക്കണം. 2 പ്രാവശ്യമായിട്ടാണ് ഞാൻ അടിച്ചത്. കുറച്ചധികം പീസസ് ഉണ്ടായിരുന്നു. ചെറിയ ജാറിലാകുമ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാനും എളുപ്പമാണ്. വലിയ ജാറിലാകുമ്പോൾ അതിൻ്റെ അകത്ത് സ്പ്രെഡായി കിടന്ന് അരയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അരഞ്ഞു കിട്ടുകയില്ല. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് നല്ല കട്ട തൈരാണ്. ഇത് നല്ല ഐസ്ക്രീം പോലത്തെ തൈരാണ് ഞാൻ വീട്ടിലുണ്ടാക്കുന്നത്. പൊതുവെ കേരളത്തിൽ പല വീടുകളിലും ചെന്നാൽ എനിക്ക് കിട്ടുന്ന തൈര് എന്ന് പറഞ്ഞാൽ നൂല് വലിയുന്ന ഒരു തൈരാണ്. അതെന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അത് ഒഴിക്കുന്ന രീതിയിലാണോ അതെയോ ആ പാലിൻ്റേതാകാൻ കാര്യമില്ല. എന്ന് വെച്ചാൽ അത് എല്ലാവരും മേടിക്കുന്ന പാല് തന്നെയല്ലേ ഞാനും മേടിക്കുന്നത്. അപ്പോൾ എൻ്റെ തൈരെന്ന് പറഞ്ഞാൽ അത്ര ടേസ്റ്റായിട്ടുള്ളൊരു തൈരാണ്. അപ്പോൾ ആ തൈരടിച്ച് കൊണ്ടുവന്നത് നമ്മൾ ആ ജ്യൂസിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിന് കുറച്ച് വെള്ളം നമ്മൾ കൂട്ടി ചേർക്കണം. അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ടില്ല. അടിയിൽ ബീട്രൂട്ട് ജ്യൂസ്, തൈര്, കുറച്ച് വെള്ളം, അല്പം കൂടി ബീട്രൂട്ട് ജ്യൂസ് ചേർത്ത് കൊടുത്തു. ഇത് ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ അപാര ടേസ്റ്റാണ്. അപ്പോൾ കുറച്ചുകൂടി ബീട്രൂട്ട് ജ്യൂസ് ചേർത്ത് കൊടുത്തു. അപ്പോൾ 2 പ്രാവശ്യമായിട്ട് കട്ട തൈര് നമുക്കിതിൽ മുകളിലിട്ട് കൊടുക്കാം. ഇത് ഭയങ്കര രസമാണ് നമ്മൾ കുടിക്കുമ്പോൾ. ആവശ്യത്തിനുള്ള ഐസും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിന് കുറച്ച് ടേസ്റ്റ് മേക്കർ കൂടി ചേർക്കാനുണ്ട്. ലേശം ജീരകം പൊടിച്ചതാണ്. ജീരകം ശരിക്കും നൈസായിട്ട് പൊടിച്ചാലും കുഴപ്പമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ജീരകം ചേർത്ത് കൊടുത്ത് ഇനി അല്പം ഉപ്പ് ഇതിൽ ഞാനിപ്പോൾ ചേർത്തിട്ടില്ല. കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരു പീസ് ബീട്രൂട്ടിൻ്റെ കഷ്ണം ഡെക്കറേറ്റ് ചെയ്ത് ലേശം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കുടിക്കുക. അപ്പോൾ ചൂടത്തുനിന്ന് വരുമ്പോൾ വളരെ നല്ലതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.